ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായില്ല നമ്മൾ നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നും ഞാൻ ഒരു നല്ല സൂപ്പർ, ഞാനിപ്പോൾ ഇത്രയും നേരം ജോലികളെല്ലാം വീട്ടിലെ തീർത്തിട്ട് ആരൺ ഇന്ന് സ്കൂളിൽ പോയില്ല. ആരൺ ഇനി ഒരു എക്സാമും കൂടി ഉള്ളൂ, സൈക്കോളജി, ഏപ്രിൽ 4-ാം തീയതി. അപ്പോൾ ആരൺ ഇനി 31-ാം തീയതി തിങ്കളാഴ്ച തൊട്ട് 3-ാം തീയതി വരെ പോയി പഠിക്കുന്നുള്ളൂ, റിവിഷൻ സ്കൂളിൽ പോയി ചെയ്യുന്നുള്ളൂ. ഇവിടെ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളാമെന്ന്. അപ്പോൾ ആരൺ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പഠിക്കുക. അപ്പം ഞാൻ പിന്നെ മുറ്റം ദൂരൊക്കെ മഴയായതുകൊണ്ട് ഭയങ്കര മുറിക്കാവും മുഴുവൻ എല്ലാം നമ്മുടെ എല്ലാ മുറിയും ചോരുക. ഞങ്ങൾ പാത്രമൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ ബെഡ്ഷീറ്റ്, പഴയ ബെഡ്ഷീറ്റൊക്കെ എടുത്തെല്ലാം എല്ലാ മുറിയിലിട്ടിരിക്കുക. ഭയങ്കര ചോർച്ചയെന്ന് വെച്ചാൽ കുത്തൊഴുക്കുക, ഭയങ്കര ചോർച്ചയാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ എന്നെ ചെയ്തു, രാവിലെ ഫുള്ളും മുറ്റം എല്ലാം അങ്ങ് തൂത്തു. ഇപ്പം എന്നും തൂക്കും, പക്ഷേ മഴയുള്ളപ്പം ഇഷ്ടംപോലെ ചപ്പ് ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും. എന്നും തൂക്കും ഞാനിപ്പോൾ. വലിയ ചൂലും മേടിച്ചിട്ടുണ്ട്, വിശറി ചൂലില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആഹാരത്തിൻ്റെ എല്ലാം പെട്ടെന്ന് ശരിയാക്കി. പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കി എനിക്കല്ലേ മോരുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ പണികളും ഒരുപോലെ, അകത്തേയും പുറത്തും ഒരുപോലെ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ഏതേലും ഒന്നേ നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വേഗം മുറ്റത്തിൻ്റെ കാര്യമെല്ലാം നമ്മളുടെ അകത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് മുറ്റത്തിറങ്ങി മുറ്റവും എല്ലാം തൂത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ എന്നതാ വീഡിയോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് കിടക്കുന്നു നല്ല സൂപ്പർ ഒരു സംഗതി. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ചെയ്യാതെയാണ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തു കണ്ടോ, അങ്ങനെയൊന്നും പറയാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന്. അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് ദിവസമായില്ല ഞാൻ നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. കുറേ നല്ല തിരക്കായിരുന്നു, എനിക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നേ. കൊച്ചിൻ്റെ പരീക്ഷയുടെ ഒപ്പം തന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾക്ക് നല്ല ഓട്ടം വന്നു. അപ്പോൾ എനിക്കൊന്നിനും പറ്റിയില്ല. ഞാൻ പിന്നെ അതിലേ പോന്നു ഒക്കെ തട്ടിക്കൂട്ടി അങ്ങൊക്കെ ഇടുമായിരുന്നു അല്ലേ. നിങ്ങളായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു. അപ്പോൾ ഞാൻ എന്നെ ചെയ്തു, ഇന്നൊരു വീഡിയോ ഇടാം. അങ്ങ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. മൊത്തം ഞാൻ എഴുതിയെടുത്തു, ബുക്ക് എഴുതിയെടുത്തു. എന്നിട്ട് അങ്ങ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ വെള്ളിയാഴ്ച, ഞാൻ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല, ഞാനത് ചെയ്തിട്ടൊക്കെ കാണിക്കണമെങ്കിൽ പറഞ്ഞു തന്നാൽ മതി, എൻ്റെ ആവശ്യമുള്ളൂ. നാളെ ഞാനത് ചെയ്ത് അത് ഉണങ്ങി വന്നു, ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഒത്തിരി താമസിക്കുമേ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് എന്നാൽ ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി വെച്ചിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അത് നല്ല സൂപ്പറാണെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. കേൾക്കുമ്പം തന്നെ നമുക്കറിയാം, കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അത് അത്ര സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. അത് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക്, അത് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സൂപ്പറാണല്ലോ എന്ന് മനസ്സിലാകും. ഗൂഗിളിൽ വരുന്ന എല്ലാം വളരെ കൃത്യമായിട്ടുള്ള കേട്ടോ, ഒരു ഡ്യൂപ്ലിയല്ല. പിന്നെ യൂട്യൂബിലൊക്കെയാണ് പിന്നെ നമ്മൾ ഓർക്കാൻ ഓരോരുത്തരിടുന്നതല്ല, അവർക്ക് റീച്ച് കിട്ടാനും കാര്യങ്ങൾക്കും ചിലപ്പം എടുത്തിടുന്നതായിരിക്കുമല്ലോ. പക്ഷെ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇടുന്നതാണെങ്കിൽ പിന്നെയും നല്ലതായിരിക്കും കേട്ടോ, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ചാടിക്കേറി എല്ലാം കാണുമ്പോഴേ മുഖത്തെടുത്തിടരുത്. അഥവാ അങ്ങനെ ഇടണമെന്നുള്ള ഒരു കയ്യിലോ കാലിലോ ഒക്കെ ഇട്ട് നോക്കി എന്തെങ്കിലും കയ്യിൽ ഏറ്റവും നല്ലത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ മുഖത്തോട്ട് വാരിപ്പൊത്താവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കേൾക്കാമേ, ഞാൻ പറയാം. സംഗതി എന്താണെന്ന് വെച്ചാൽ മുൾത്താണിമുട്ടിയാണ്. ഈ മുൾത്താണിമുട്ടി എന്ന് പറയുന്ന സാധനം ഈ മുഖത്തിന് മാത്രമല്ല നമ്മളുടെ മുടിക്കും പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് വരെ ഇത് മുടിക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. മുഖത്ത് മുൾത്താണിമുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറുപ്പത്തിൽ ഇതിനെ വെള്ളത്തിൽ കുഴച്ച് ചെയ്തിട്ടുണ്ട്. പാലിലും തൈരും ഒന്നും അതൊന്നും അറിയത്തില്ലായിരുന്നു. വെള്ളത്തിൽ കുഴച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ മുഖം നല്ലതായിട്ട് നല്ല ഗ്ലോയും നല്ല വെളുത്തും ഒക്കെ വന്നിട്ടുണ്ട്. കുരുവിനെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മഞ്ഞളൊക്കെ തേച്ച് നടന്നത് കാരണം കുരു വന്നിട്ടില്ല. മഞ്ഞളും രക്തചന്ദനവും തേച്ച് നടന്നതുകൊണ്ട് കുരു വന്നിട്ടില്ല. പാടുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നല്ല വെളുത്ത് നല്ല ഫെയർ ആയിട്ടിരിക്കാനായിട്ട് മുൾത്താണിമുട്ടി ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഞാനും അനിയത്തിമാരും കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാം മുൾത്താണിമുട്ടി ഞാൻ ചെറുപ്പത്തിൽ തേച്ചിട്ടുള്ള. അപ്പം മുഖസൗന്ദര്യത്തിനാണെന്നായിരുന്നല്ലോ എൻ്റെ അറിവ്, എനിക്ക് അറിയാവുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഗൂഗിളിൽ കിടക്കുന്നു മുടിയുടെ ഈ എണ്ണമെഴുക്ക്, ചെളി, താരൻ, അങ്ങനെയുള്ള അഴുക്ക് തലയോട്ടിയെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് കാര്യങ്ങളില്ലേ, അതെല്ലാം മാറുമെന്ന്, രക്തോട്ടം വരുമെന്ന്. മുൾത്താണിമുട്ടി നമ്മൾ അതെന്തിൻ്റെ അകത്തോട്
മുൾത്താണിമുട്ടി എന്തൊക്കെ ആഡ് ചെയ്താണ് തലയിൽ തേക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുഖത്തിൻ്റെ കാര്യം പറയാമേ. പെട്ടെന്ന് പറഞ്ഞ് വീഡിയോ വലിയ ലെങ്ത് ആക്കാതെ പെട്ടെന്ന് പറഞ്ഞുതരാം, വായിച്ചു വിടാതെ ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾ എഴുതിയെടുത്തോണേ വീഡിയോ വെച്ചിട്ട്, എന്നിട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും മുൾത്താണിമുട്ടിയല്ലേ, സൂപ്പറല്ലേ. അപ്പം ഈ ചെളി മഡ് ഫേഷ്യൽ എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന്, അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കറിയത്തില്ല. മഡ് ഏതാണ്ട് കളിമണ്ണ് പോലത്തെ എന്തോ സാധനം വെച്ച് ഈ കുഷ്ഠരോഗികൾക്കും അങ്ങനെ സോറിയാസിസ് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ചുള്ള ചികിത്സ അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അല്ല ഈ മഡ് ഫേഷ്യൽ ചെയ്യുന്നൊന്നും അങ്ങനെ എനിക്ക് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇതിനകത്ത് എഴുതിയപ്പോഴാണ്. അപ്പം മുഖസൗന്ദര്യത്തിന് മുടിക്കും മുൾത്താണി മിട്ടി അത്യുത്തമം. മുഖസൗന്ദര്യത്തിന് മഡ് ഫേഷ്യലിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഞാൻ അറിഞ്ഞിട്ടില്ല. കളിമണ്ണ് ചേർത്ത ഫേസ് ഞാൻ പറഞ്ഞില്ലേ കളിമണ്ണെന്ന്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കളിമണ്ണ് ഈ സോറിയാസിസിനൊക്കെ ചികിത്സ ചെയ്യുന്നതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. കളിമണ്ണ് ചേർത്ത ഫേസ് പായ്ക്ക് വിപണിയിൽ ഇപ്പോൾ സജീവമാണ്. ഇത് ചർമ്മത്തിന് പക്ഷെ ദോഷം ചെയ്യും, ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ ഈ കെമിക്കൽ ചേരുന്നതല്ലേ, അതെന്തും മേടിക്കുന്ന സാധനത്തിനകത്ത് കെമിക്കൽ ചേരുമല്ലോ. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ മുൾത്താണി മിട്ടി പാർശ്വഫലങ്ങളില്ലാതെ ഒരു സൗന്ദര്യ വസ്തുവാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ ചർമ്മം കൂടുതൽ സുന്ദരമാകും. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ചർമ്മത്തിന് നിറം കൂട്ടും. തൈരിനകത്ത് മുൾത്താണിമുട്ടി ചേർത്ത് അരമണിക്കൂർ വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ, തൈര് ഉപയോഗിക്കുമ്പോഴും പാൽ ഉപയോഗിക്കുമ്പോഴും നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചെറിയ ചൂടുവെള്ളത്തിലൊന്നത് പായ്ക്ക് കഴുകി കളയുവാണെങ്കിൽ നല്ലതാണ്. മൊത്തം അങ്ങ് പൊയ്ക്കോളുമല്ലോ. അതിൻ്റെ ആ ഫുള്ള് ഇതങ്ങ് പിന്നെ കുരു ഒന്നും വരാതെ. തൈരും ഇതൊക്കെ അലർജി ഉള്ളവർക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ അതൊരു സൂപ്പറാണ്. അതുകൊണ്ടാണ് ചെറിയ ചൂടുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് തൈരിനകത്ത് മുൾത്താണിമുട്ടി ചേർത്തിട്ട് അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയും. ഇത് ആഴ്ച 2 ദിവസം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഗൂഗിളിൽ പറഞ്ഞത് ഞാൻ എഴുതിയെടുത്തത്. പിന്നെ ഒന്നാമത്തെ നിറം കൂട്ടും, ഒന്ന്. രണ്ടാമത്തെ ടാൻ കളയും, നമ്മുടെ കരിവാളിപ്പെല്ലാം കളയും. ഇത് മുഖത്തും കയ്യിലെയും കാലിലെയും ടാൻ പോകാൻ വേണ്ടി പിന്നെ നല്ലതാണ്. ഈ സെയിം സാധനം ഉപയോഗിച്ച്, തൈരും ഈ പിന്നെ മുൾത്താണിമുട്ടി ഉപയോഗിച്ച്. പിന്നെ മുഖക്കുരു മാറും, നമ്മളുടെ ഈ എണ്ണമയം മാറും. പിന്നെ നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആകും. പിന്നെ അപ്പോൾ അതിന് മുഖക്കുരു ഉള്ളവർക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ തൈരല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ തൈരല്ല ഉപയോഗിക്കുന്നത്. അതിന് ആര്യവേപ്പിലയും കർപ്പൂരവും റോസ് വാട്ടറും കൂടെ മുൾത്താണിമുട്ടിക്കകത്ത് ചേർത്ത്, ഈ ആര്യവേപ്പില, കർപ്പൂരം, മുൾത്താണിമുട്ടി, റോസ് വാട്ടർ ചേർത്താണ് ഈ മുഖക്കുരു ഉള്ളവർക്ക് ചെയ്യുന്നത്. ഈ ടാൻ ഉള്ളവർക്കും നിറം കൂട്ടാനും ആണെങ്കിൽ തൈരിനകത്ത് മുൾത്താണിമുട്ടി ചേർത്താൽ മതി. പിന്നെ ആര്യവേപ്പ്, കർപ്പൂരം, മുൾത്താണിമുട്ടി, റോസ് വാട്ടർ നമ്മൾ മുഖക്കുരു ഉള്ളവർക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ തേച്ച് 15 മിനിറ്റ് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അത് ആഴ്ചയിൽ 1 മതി കേട്ടോ. പെട്ടെന്ന് തീരും, ഒരു പേജ് കൂടെ ഉള്ളൂ. ഇനി അടുത്തത്, നമ്മളുടെ പ്രായം കൂടുമ്പം തൊലിയെല്ലാം തൂങ്ങും അല്ലേ. നമ്മുടെ തൊലിയെല്ലാം തൂങ്ങും, ഒരുമാതിരി ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും അല്ലേ പ്രായം കൂടുമ്പോൾ. പിന്നെ ഒത്തിരി വെയിൽ കൊള്ളുമ്പോഴും നമ്മുടെ തൊലിക്കെല്ലാം വല്ലാത്തൊരു ഒരു പ്രത്യേക പ്രായം തോന്നുന്ന പോലത്തെ ഒരു പ്രത്യേക ഒരു ചുളിവും കാര്യമൊക്കെ വരും. ഉറക്കളയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരും. പിന്നെ നമ്മൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചും അങ്ങനെ പ്രശ്നം വരും അല്ലേ. അമിത വെയിലും ഉറക്കളപ്പും പിന്നെ പ്രായം നമ്മളുടെ കൂടുന്നതിനനുസരിച്ചും നമുക്ക് ഈ ചർമ്മത്തിന് അയഞ്ഞു തൂങ്ങുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ വെള്ളവും കുടിക്കണം, അതുപോലെ തന്നെ നല്ലതായിട്ട് ഉറങ്ങണം. അതുപോലെ തന്നെ നമ്മൾ ഈ മുൾത്താണിമുട്ടിയുടെ കൂടെ മുട്ടയുടെ വെള്ളയും ഗ്ലിസറിനും തേനും കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ മുഖത്ത് പുരട്ടിയിട്ട്
ഗ്ലിസറിനും മുട്ടയുടെ വെള്ളയും തേനും മുൾത്താണി മുട്ടയും കൂടെ ചേർത്ത്. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മളുടെ ഇത് ടൈറ്റ് ആക്കാനുള്ളതല്ലേ. അപ്പം മുട്ടയുടെ വെള്ളയും തേനും ഗ്ലിസറിനും മുൾത്താണി മുട്ടയും കൂടെ ചേർത്ത് അരമണിക്കൂറെന്നില്ല, അതാ ഞാനിവിടെ സമയം എത്രയാണെന്ന് എഴുതിയിട്ടില്ലല്ലോ എന്നിങ്ങനെ നോക്കുമായിരുന്നു. അരമണിക്കൂർ മിനിമം നമ്മളിത് നന്നായിട്ട് വലിഞ്ഞ് വരുന്ന അതിൻ്റെ കണക്ക്, നല്ലതായിട്ട് ഉണങ്ങി നല്ല വലിഞ്ഞ് വരുന്ന അതിൻ്റെ കണക്ക്. അപ്പം നല്ല അങ്ങ് ടൈറ്റ് ആവും, ഇത് നല്ലതായിട്ട് ഉണങ്ങണം. പക്ഷേ ഇത് കഴുകുന്നവരെ മിണ്ടരുത്, ഇങ്ങനെ ചിരിക്കുക പോലും ചെയ്യരുത്. ഇത് കഴുകുന്നവരെ അങ്ങനെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ആവും. അത് എവിടൊക്കെയാണോ നിങ്ങൾ കയ്യിലോ ഇങ്ങനെ കഴുത്തേലോ മുഖത്തോ എവിടെയാണോ നിങ്ങൾക്കിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നിയാൽ അവിടെ എല്ലാം ടൈറ്റ് ആകണമെങ്കിൽ ഈ ഒരു പാക്ക് സൂപ്പറാണ്. ഇത് നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കാൻ പോലും പാടില്ലെന്നുള്ള വലിയും തൂങ്ങും. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കും, നല്ലതായിട്ട് ഉണങ്ങി നല്ല മുറുകി വരുമ്പോൾ അത് ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ടിട്ട് മാന്തി പറിച്ച് വലിച്ചു പറിക്കാതെ നനച്ച് കൊടുത്ത് പതുക്കെ തുടച്ച് പതുക്കെ ഇളക്കി എടുക്കണം. ഇട്ട് വലിച്ച് സ്കിന്ന് വലിയരുത് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും നല്ലതല്ലേ, നമുക്ക് ആവശ്യം അതല്ലേ. പ്രായമായവർക്കൊരു 30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഇടിഞ്ഞ് തൂങ്ങാതെ നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഈ ഒരു പായ്ക്കാണ്. മുട്ടയുടെ വെള്ള സൂപ്പറല്ലേ, അതിൻ്റെ കൂടെ ഇത്രയും സാധനം മനസ്സിലായല്ലോ. ഗ്ലിസറിനും മുട്ടയുടെ വെള്ളയും തേനും മുൾത്താണി മുട്ടയും കൂടെ കേട്ടോ. തേൻ നല്ലതാണ്, മുട്ടയുടെ വെള്ള ഇതിന് നല്ലതാണ് ഈ വലിഞ്ഞു തൂങ്ങുന്ന ഒഴിവാക്കാൻ. ഇനിയാണ് മുടിയുടെ കാര്യം. തലയിലെ താരൻ അകറ്റുക മാത്രമല്ല, മുടി വളരുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല, എനിക്ക് മുടിയില്ല. ഞാൻ ഇനിയിപ്പം ആളുകൾ ഉപയോഗിക്കുമ്പം വല്ലതും ശരിയായെങ്കിലേ ഉള്ളൂ. അതിനുവേണ്ടി കുഞ്ഞൊരു പാക്കറ്റാണ് ഇവിടെ ഇരിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് ഇച്ചിരി എങ്ങാണ്ടേ ഉള്ളൂ. ഇനി അങ്ങനെ മുടിയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ കുറേ വാങ്ങിച്ച് വെക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. എണ്ണമെഴുക്കും ചെളിയും അഴുക്കും ഒക്കെ പോകുന്നതിനാണ് ഇത് ഏറ്റവും നല്ലത്. രക്തയോട്ടവും വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് തലയിൽ തേക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉണങ്ങിപ്പോയാൽ മുടി പൊട്ടിപ്പോകത്തില്ലേ. കൂടുതൽ ഉണങ്ങുന്നതിന് മുമ്പ് നല്ലതായിട്ട് ഇതൊന്ന് പിടിച്ച് കഴിയുമ്പോൾ കഴുകിക്കളയണം. നല്ല പച്ച വെള്ളത്തിൽ കഴുകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓറഞ്ച് തൊലി നന്നായിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അതാ മതി. അല്ലെങ്കിൽ ഓറഞ്ച് തൊലി ഫ്രഷ് ഇരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് നാരങ്ങാനീര്, ആ നാരങ്ങാനീരൊരു 3-4 തുള്ളിയോ വല്ലതും മതി, കണ്ടമാനം വേണ്ട. പിന്നെ തേൻ, തലയിൽ തേക്കാനായിട്ട് ഇത് കുഴയ്ക്കാനും ഉള്ളതിനാവശ്യത്തിനുള്ള തേന്, പിന്നെ തൈര്, പിന്നെ മുൾത്താണി മുട്ട. അപ്പോൾ എന്തൊക്കെയാണ്, ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതോ അരച്ചെടുത്തതോ, തേനും തൈരും നാരങ്ങാനീരും മുൾത്താണി മുട്ടി, ഇത്രയും സംഗതി കുഴച്ചെടുത്ത് നമ്മളുടെ തലയിൽ തേച്ചിട്ട് ഒത്തിരി ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് നമ്മളത് പച്ച വെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി നല്ലതായിട്ട് തോർത്തി ഉണക്കിയെടുക്കുക. അപ്പോൾ എല്ലാം മനസ്സിലായോ? മുഖത്തിനും മുടിക്കും മുൾത്താണി മുട്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ നല്ല വിശദമായിട്ട് എഴുതി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാനത് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നമ്മളുടെ ഗൂഗിൾ ചതിക്കത്തില്ല, ഗൂഗിൾ ചതിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഗൂഗിളിൽ വളരെ എന്താ പറയുന്നത്, ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളല്ലേ കിടക്കുന്നത് എന്നെൻ്റെ വിശ്വാസം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുക. എനിക്കിത് കേട്ടപ്പോൾ നിങ്ങൾക്കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ചെയ്ത് അത് ഉണങ്ങി കഴുകി ഞാൻ കാണിച്ച് വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസത്തെ മെനക്കേടായതുകൊണ്ട് ഞാൻ ഓർത്തു നാളെ ഞാൻ ഫ്രീ. അപ്പം നാളെ എനിക്ക് വൈകിട്ടാണ്, വെള്ളിയാഴ്ച ദിവസം വൈകിട്ടല്ലേ ഞങ്ങൾക്ക് കോട്ടേജ് മീറ്റിംഗ് പ്രാർത്ഥനയുള്ളൂ. അപ്പം നാളെ പകൽ എനിക്ക് ചിക്കൻ ഇരിപ്പുള്ളതുകൊണ്ട് കറിവെപ്പൊന്നും ഇല്ല. നാളെ വൈകിട്ട് ആരൻ സ്കൂളിൽ പോകുന്നതും പ്രോഗ്രാമിന് പോകുന്നു. അപ്പോൾ നാളെ പകൽ ഞാൻ എന്തായാലും ഫ്രീയാണ്. ഇന്ന് ഞാൻ മുറിക്കാതൊക്കെ ഇനിയിപ്പോൾ തുടയ്ക്കാനൊക്കെ പോവുകയാണേ.
ഇപ്പം കാരണം ഇന്നിപ്പം പകലും മഴയില്ല, വൈകിട്ടല്ലേ പെയ്യുന്നത്. അതിന് മുമ്പൊന്ന് തുടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊടി വരുമ്പോൾ അതൊന്ന് കുഴഞ്ഞ് വൃത്തികേടായിട്ട് കിടക്കും. എന്നാൽ പിന്നെ ഒന്ന് തുടച്ചിട്ടേക്കാം. 2 മുറി കഴിഞ്ഞ ദിവസം തുടച്ചാൽ പിന്നെ ഇന്ന് 2 മുറി അല്ല, ബാക്കിയുള്ള 4 മുറി, അതായത് കിച്ചൺ ഉൾപ്പെടെയുള്ള വർക്ക് ഏരിയ ഉൾപ്പെടെയുള്ള ബാക്കിയെല്ലാം ഇപ്പോൾ ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. അലക്കും പെറുക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ നിങ്ങളെ പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ കുറേ മണിക്കൂർ എടുക്കുവേ. എന്നാന്നറിയത്തില്ല, വൈഫൈയുടെ ആ ഒരു ഇതാണ്. കുറേ സമയം, മണിക്കൂറെന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂറെങ്കിലും എനിക്ക് ഒരു 3 മിനിറ്റോളമൊക്കെ ആണെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുള്ളൂ. അതിന് മേലോട്ട് കയറുന്ന ഫുള്ളും വീഡിയോസ് മിനിമം ഒരു 6 മണിക്കൂർ എനിക്ക് എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, വൈഫൈയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഇച്ചിരി കൂടിയതാണെങ്കിൽ ഇതെത്ര മണിക്കൂർ എടുക്കുക, ഇന്ന് പാതിരായ്ക്കാണോ ആയി വരുന്നതൊന്നും എനിക്കറിയത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നേരത്തെ ആവും, ഇല്ലെങ്കിൽ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളിത് കാണണം. കണ്ടിട്ട് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുകയും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ പറയണം ഇതിങ്ങനെ കണ്ടതാണ് ഒരു വീഡിയോയിൽ. അപ്പം അത് മുൾത്താണിമുട്ടി നല്ലതാണല്ലോ, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കാനൊക്കെ നിങ്ങളൊന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ടെന്ന് എന്നെയും കൂടെ ഒന്ന് അറിയിക്കുക. ഞാൻ നാളെ ദൈവം സഹായിച്ച് ചെയ്തു നോക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇനിയിപ്പം അവൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ ലൈവൊക്കെ വരണം. ഒത്തിരി പേര് യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പിന്നെ എന്നാ വരാത്തേ, ലൈവിൽ വരാത്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീഡിയോസൊക്കെ എന്നെ കറക്റ്റായിട്ട് ഇടാത്തേന്നൊക്കെ വാട്സാപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ വന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഞാൻ വരാം. ആരുടെ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ, 4-ാം തീയതി കഴിയും. അപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആവും. അതുവരെ നമുക്ക് ഭയങ്കര പിന്നെ വേറെ ഒരു കാര്യവും കൂടെ നമുക്ക് വീട്ടിലെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഓട്ടത്തിലും തിരക്കിലും പാച്ചിലായിരുന്നു കേട്ടോ. ഓട്ടപ്പാച്ചിലെന്ന് കേട്ടിട്ടില്ല, അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോൾ ഒരു 2-ാം തീയതി തൊട്ട് അതിൻ്റെ കാര്യത്തിന് ഓടിയാൽ മതി. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് സ്നേഹമുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരൻ്റെ നല്ല റിസൾട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ആരൻ്റെ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരൻ്റെ സ്കൂളിൽ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ വരണം, പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മാർക്കൊക്കെ കിട്ടണം. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. അപ്പം ഈ പായ്ക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് അപ്പം നാളെ ദൈവം സഹായിച്ച അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ. പിന്നെ ഒരു കാര്യം പറയട്ടെ, കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കുത്തിയിരുന്ന സമയം പോലെ എഴുതി വെച്ചിട്ട് അതിനുള്ള മറുപടി തരാം. ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ഇനി പഴയ വീഡിയോസ് തപ്പിയെടുത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സമയമില്ലാത്ത ഈ യുവതിക്ക്, ഈ കിളവിക്ക് അപ്പോൾ സന്തോഷമായില്ലേ. ബുദ്ധിമുട്ടല്ലേ, കണ്ണ് കാണാൻ മേലാതെയും ചെവി കേൾക്കാൻ മേലാതെയൊക്കെ ഇരിക്കുന്നത് ഈ കിളവി തള്ളക്കിനി പഴയ വീഡിയോ ഒക്കെ ചെന്ന് ഇങ്ങനെ നോക്കി കണ്ണും കഴിച്ച് തലയും വേനയെടുത്ത് പിന്നെ അതൊക്കെ നോക്കി മറുപടി പറയാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്ത്, തിരക്കുകൊണ്ടായിരുന്നു. പണ്ട് ഞാനിങ്ങനെ ബുക്ക് എടുത്ത് വെച്ച് എല്ലാം എഴുതി വെച്ചിട്ട് എല്ലാവരുടെയും പേരും ഒക്കെ വായിച്ച് എല്ലാം കമൻറ്റുകളൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഇന്നത്തെ ഈ വീഡിയോയുടെ അടിയിൽ എല്ലാം കാണുന്ന എല്ലാവരും ഒന്ന് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ എനിക്ക് എഴുതിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അതെല്ലാം എഴുതിയെടുത്തിട്ട് മറുപടി പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാമേ. ഓക്കേ.